ഇത് ആരാന്ന് നിങ്ങക്ക് മനസ്സിലായോ? ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഞാനും അനന്തും അമ്മയും കൂടി ഞങ്ങൾ 3 പേരും കൂടി പുറത്തേക്ക് പോവാണ് കേട്ടോ. ഇതിന് മുന്നേ ഞങ്ങൾ ഇതുപോലെ ഇറങ്ങിയിട്ടൊക്കെ ഉണ്ട് കേട്ടോ പുറത്തേക്ക്, ഓരോ സാധനങ്ങളൊക്കെ മേടിക്കാൻ, എന്തെങ്കിലുമൊക്കെ ഷോപ്പിങ്ങിനായിട്ട് ഞങ്ങൾ കൂടുതൽ പോയേക്കണം. അതുപോലെ തന്നെ ഇന്നും ഞങ്ങൾ ഷോപ്പിങ്ങിന് വേണ്ടി പോവാണ്. കാരണം അനന്തുവിന് ഔട്ട്ഫിറ്റ്സ് ഒക്കെ എടുക്കാനുണ്ട്, ഓണക്കോടിയും കാര്യങ്ങളൊക്കെ എടുക്കാനുണ്ട്. പിന്നെ അതുപോലെ തന്നെ അമ്മയ്ക്ക് ചുരിദാർ കാര്യങ്ങളൊക്കെ എടുക്കണം കേട്ടോ. അമ്മയ്ക്ക് ഭയങ്കര ആഗ്രഹം ചുരിദാർ ഇടണം എന്നുള്ളത്. അപ്പോൾ ഇവിടെ ഉഷാമനെ കൊണ്ട് ഞാനാണ് ചുരിദാർ ഇടിപ്പിച്ചത്. അമ്മയ്ക്ക് ആദ്യം സാരിയെ കൊടുത്ത് പോകാൻ മടിയാണല്ലോ എന്ന് കരുതിയിട്ട് അങ്ങനെ അമ്മ ചുരിദാർ ഇടണം എന്നൊരു ആഗ്രഹം പറഞ്ഞപ്പോഴത്തേക്ക് പിന്നെ ഒന്നും നോക്കിയില്ല, അങ്ങനെ തന്നെ അമ്മേനെ കൊണ്ട് ചുരിദാർ ഇടിപ്പിച്ചിട്ടു. അതുപോലെ തന്നെ അനന്തുവിൻ്റെ അമ്മയും പറഞ്ഞു അമ്മ എവിടെ പോവാന്ന് തോന്നണം, പഴനി അവിടെയൊക്കെ പോവാട്ടോ. അപ്പോൾ അതുകൊണ്ടിട്ട് അമ്മയ്ക്കും ചുരിദാർ ഇടണം എന്നും പറഞ്ഞിട്ട് എന്നോട് ആഗ്രഹം. അപ്പോൾ എന്താ ഞാൻ മേടിച്ചാൽ ചുരിദാർ, കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഇങ്ങനെ അമ്മമാരെയൊക്കെ ഇങ്ങനെ ഇച്ചിരി മോഡേണൊക്കെ ആക്കി നടത്തണമൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞങ്ങൾ 3 പേരും ഇന്ന് പുറത്തേക്ക് പോകാൻ വേണ്ടി പോവാണ്. ഞാൻ ഒന്ന് വേഗം റെഡി ആവട്ടെ കേട്ടോ. സോ ഗൈസ്, ലെറ്റ്സ് ജംപ് ഇൻടു ദ വീഡിയോ. പയ്യെ നമുക്ക് റെഡി ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഫസ്റ്റ് തന്നെ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാം. പിന്നെ ഇല്ലേ ലോറൽ പാരിസിൻ്റെ ഒരു സിറം ഉണ്ടായിരുന്നു, റിവൈറ്റ് ലിഫ്റ്റ് സിറം എന്ന് പറഞ്ഞിട്ട്. അത് ഞാൻ കുറേ നാൾ യൂസ് ചെയ്താൽ നിങ്ങൾക്ക് അറിയാം എൻ്റെ ഫേവറേറ്റ് ആണെന്നുള്ളത്. അപ്പോൾ അതിൻ്റെ തന്നെ ഇത്തിരി അപ്ഗ്രേഡഡ് വേർഷൻ ആയിട്ടുള്ള ക്രീം ഇറങ്ങിയിട്ടുണ്ട്. നമ്മുടെ ലോറൽ പാരിസിൻ്റെ തന്നെ റിവൈറ്റ് ലിഫ്റ്റ് വാട്ടർ ക്രീം എന്നാട്ടോ. അതെ, ഇത് ഈ ഒരു ഐറ്റം ലോഞ്ച് ചെയ്തിട്ടുണ്ട്. നല്ലതാണ് കേട്ടോ. ഒരു 1 വീക്ക് മുന്നേ മേടിച്ചൊരു ഐറ്റം ആണ് ഇത്. അപ്പോൾ ഞാൻ ഇതാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഈ വാട്ടർ ക്രീം ഇല്ലേ നല്ല ലൈറ്റ് വെയിറ്റ് ആണ്, സ്കിന്നിൽ വാട്ടർ അപ്ലൈ ചെയ്യുന്ന പോലെ ആട്ടോ. അത്ര പെട്ടെന്ന് ഇത് അബ്സോർബ് ചെയ്യും, സ്റ്റിക്കി ആയിട്ട് ഫീൽ ചെയ്യണില്ല. അതുപോലെ തന്നെ ജസ്റ്റ് സ്വൈപ്പ് ചെയ്യുക, ഹൈഡ്രേറ്റ് ആൻഡ് പ്ലംബ് യുവർ സ്കിൻ. ഇതില്ലേ ഹ്യാലുറോണിക് ആസിഡും പിന്നെ സെറമൈഡ്സിന്റെ ഫോമുലൊക്കെ ഉള്ളതുകൊണ്ടില്ലേ ഡ്രൈ സ്കിന്നൊക്കെ ഇല്ലേ പെട്ടെന്ന് തന്നെ ഫ്രഷ് ആക്കും. സ്കിന്നിന്റെ ഡിഫറൻസ് നോക്കിയാൽ നിങ്ങൾ നല്ല ഡ്യൂയി ആൻഡ് ഹൈഡ്രേറ്റഡ് ആയിട്ടില്ലേ. ഞാൻ ഒരു 1 വീക്കായിട്ട് ഇത് യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. കാരണം നമുക്ക് മേക്കപ്പിന്റെ ഒക്കെ ബേസ് ആയിട്ട് നല്ല അടിപൊളിയാണ്, പിന്നെ നല്ല അഫോർഡബിളും ആണ് കേട്ടോ ഈ ഒരു ഐറ്റം. നിങ്ങൾക്ക് നിങ്ങളുടെ സ്കിൻ ഇങ്ങനെ അടിപൊളിയാക്കണമെങ്കിൽ ലോറൽ പാരിസിന്റെ റിവൈറ്റ് ലിഫ്റ്റ് വാട്ടർ ക്രീം യൂസ് ചെയ്ത് നോക്കുക. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്നുള്ള 100% ഉറപ്പാണ്. പിന്നെ ഇതിന്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, എന്തായാലും ചെക്ക് ചെയ്ത് നോക്കട്ടോ. അപ്പോൾ ഞാൻ ഈ ഡ്രസ്സൊക്കെ ഇട്ട് നല്ല സുന്ദരിയാവട്ടെ. ഞാൻ ദേ ഈ ഒരു ലാവൻഡർ കുർത്തയാണ് കേട്ടോ ഇടുന്നത്. ഞാൻ ഇല്ലേ ഷീമാട്ടി യങ്ങിന്ന് മേടിച്ചതാട്ടോ. തിരൂര് ഞാൻ ഇതിൻ്റെ ഒരു വർക്കിന് വേണ്ടി പോയി മേടിച്ചതാണ്. മിക്കവാറും വർക്കിന് കിട്ടുന്ന എന്തെങ്കിലുമൊക്കെ എമൗണ്ട് ഉണ്ടെങ്കിൽ അത് മിക്കതും ഞാൻ പകുതി അവിടെ കൊടുത്തിട്ട് പോരാട്ടോ പതിവ്. കാരണം എനിക്ക് ഈ കുർത്ത നല്ല ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ ഈ കുർത്തയൊക്കെ ഇട്ടിട്ട് റെഡി ആവട്ടെ കേട്ടോ. ഞങ്ങൾ ഒരു പ്രാവശ്യം എടുത്തപ്പോൾ അമ്മ ഹായ് പറഞ്ഞു കേട്ടോ. എൻ്റെ അമ്മ ഇങ്ങനെ തന്നെ ഇതുപോലെ ഹായ് പറയും. ഇത് ആരാന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ഞാൻ പറഞ്ഞുതരാം, ഇത് അനന്തുവിൻ്റെ അമ്മയാണ്, പക്ഷെ എൻ്റെ അമ്മയും കൂടിയാണ് കേട്ടോ. അല്ലേ, അങ്ങനെ പറയണ്ടേ അമ്മ? പറഞ്ഞു. ഞങ്ങൾ 3 പേരും കൂടി, ഞാനും അമ്മയും അതുപോലെ തന്നെ അനന്തും ഉണ്ട് കേട്ടോ. അനന്തും കൂടി അനന്തുവിന് ഓണക്കോടി എടുക്കാൻ വേണ്ടി പോവാണ്. എനിക്കുള്ള സാരി അമ്മ കഴിഞ്ഞ ദിവസം കൊണ്ട് തന്നേട്ടാ. നല്ല അടിപൊളി ഒരു കരിമ്പച്ച സാരി തയ്ക്കാൻ കൊടുത്തിട്ടുണ്ട് അമ്മ അത്. അങ്ങനെ അപ്പോൾ ഞങ്ങൾ 3 പേരും കൂടി ഇന്നിപ്പോൾ ഷീമാട്ടിയിലേക്കൊക്കെ പോവാണ് നമ്മൾ സാധനങ്ങൾ മേടിക്കാൻ വേണ്ടിയിട്ട്. ആ എന്താണ് തൊപ്പി? നീലത്തൊപ്പി. ഏത് തൊപ്പിയാണ് നല്ലതെന്ന് ചോദിച്ചാട്ടോ. അപ്പൊ നമ്മൾ 3 പേരും കൂടി ഇന്ന് പർച്ചേസിങ്ങിനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഷീമാട്ടിൽ അവിടെ ഇവിടെയൊക്കെ പോകാൻ വേണ്ടി പോവാണ്. ഇന്ന് ഒരു പ്രത്യേകതയും കൂടി ഉണ്ട്. ഞാൻ അമ്മേനെ ചുരിദാർ ഇടിക്കാൻ വേണ്ടി പോവാണ്. സെറ്റാണോ അമ്മ? ചുരിദാർ ഇടാൻ റെഡിയാണോ? റെഡിയാണ്, എല്ലാം സെറ്റാണ്. മകന്റെ സിനിമയുടെ പേര് എല്ലാം സെറ്റാണ്. ഞാനാട്ടോ ഇവിടെ അമ്മേനെ ഉഷാമേനെ ആദ്യമായിട്ട് ചുരിദാർ ഇടിച്ചത്. അപ്പോൾ എന്താണ് എനിക്ക് ഈ ക്രെഡിറ്റ് വേണമെന്നുണ്ട്. എനിക്ക് അമ്മേനെ ആദ്യമായിട്ട് ചുരിദാർ ഇടിച്ചെന്ന് എനിക്ക് കേൾക്കണം. ഞാനാണ് അമ്മേനെ ചുരിദാർ ഇടിച്ചതെന്നുള്ളത്. അപ്പൊ ഞങ്ങൾ ചുരിദാറൊക്കെ മേടിക്കാനും കുറച്ച് ഐറ്റംസ് ഒക്കെ മേടിക്കാനായിട്ട് ഞങ്ങൾ അമ്മയമ്മയും മരുമോളൊക്കെ ആയിട്ട് പോണേണ്. അല്ലേ അമ്മേ? പോണേണ് കണ്ടോ. അപ്പൊ ഞങ്ങള് പോട്ടെ. അമ്മേനെ കാണിച്ചു തന്നല്ലേ ഞാൻ, അനന്തുവിനെ കാണിച്ചില്ലല്ലോ. എന്താണ് അമ്മ പറഞ്ഞപ്പോ തന്നെ ഒരു ബ്രേക്ക്. അങ്ങനെ അനന്തും ഞങ്ങൾ 3 പേരും കൂടി ആയിട്ടോ പോണത്. അനന്തുവിന് ഓണക്കോടി എടുക്കാൻ വേണ്ടി പോവാണ് എന്റെ വീടിന്റെ സൈഡിൽ. 2 ഇടിയും 2 കൂത്തും. ആണോ അമ്മ? കൊള്ളു അമ്മ, കൊള്ളോ അമ്മ? ഞാൻ ഓർത്ത് ഞാനിടിച്ച കുഴപ്പമില്ലെന്ന് അറിയൂന്ന്. അമ്മ കേട്ടോ, അമ്മ ഓന്റെ സെറ്റാട്ടാ. ഞാൻ സെറ്റാക്കി എടുക്കും അമ്മേനെ. എന്റെ ഗോളിയാണ് ഇരിക്കണെന്ന്. ഇല്ലട്ടെ, ഞങ്ങൾ നല്ല സ്നേഹത്തിലായിരിക്കും.
പോട്ടെ, പോയി ഞങ്ങൾ സംഭവങ്ങളൊക്കെ മേടിക്കട്ടെ. അമ്മ ഇന്ന് ചുരിദാറൊക്കെ ഇടും. അമ്മ പക്ഷെ വ്ളോഗിൽ വന്നിട്ട് ഹാപ്പി ആയിട്ടോ. ഞാൻ ഇങ്ങനെ അമ്മനെ അധികം കാണിച്ചിട്ടില്ല. ഒരു പ്രാവശ്യം പണ്ടാണ് ഒരു വീട്ടിൽ പോയപ്പോ കാണിച്ചിട്ടുണ്ട്. പക്ഷെ അന്നത്തെ ഹായ് എനിക്ക് മനസ്സിലായതാണ് അമ്മ എന്റെ വൈബിന് പറ്റിയ ആളാണെന്നുള്ളത്. അപ്പൊ ഇന്നെന്തേ അമ്മ ഹായ് കാണിച്ച് വീണ്ടും എന്റെ വ്ളോഗിൽ അപ്പിയർ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ പോയി പൊളിക്കട്ടെ. അമ്മതേ അങ്ങനെ ആദ്യമായിട്ട് ചുരിദാറിട്ടേ കൊള്ളാട്ടോ. അമ്മ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. സാരി ഉടുത്തോണ്ട് അല്ല സാരി ഉടുത്തോണ്ട് വന്നവരുടെ ബുദ്ധിമുട്ട് ഇതാല്ലേ, ഒന്ന് സാധനം ഇട്ട് നോക്കാൻ പറ്റില്ലല്ലേ, മാറ്റണം. പക്ഷെ നമുക്ക് ചേരുന്നില്ല. എനിക്ക് നമുക്ക് ഈ ലൈറ്റ് കളർ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഈ ലൈറ്റ് ഷെയ്ഡ് നല്ല രസം ഉണ്ടായിരുന്നു. നമുക്ക് നോക്കാം ലൈറ്റ് ഷെയ്ഡ്. സൈസ് കിട്ടിയല്ലേ, ഇനി നോക്കാം. അനന്ത് എങ്ങനെയുണ്ട്? ആ പാന്റ് ഇച്ചിരി ലൂസാണ്, പക്ഷെ നല്ല രസമില്ല. ലൈറ്റ് കളറാ ഭംഗി, ലൈറ്റാ ഭംഗി. നല്ല ഭംഗിയുണ്ടമ്മേ. എങ്ങനെയുണ്ട് അനന്ത്? നല്ല രസമല്ലേ? എന്താമ്മേ നാണമുണ്ട? അമ്മ ആദ്യമായിട്ട് ചുരിദാർ ഇടുകയാണ്. അമ്മയ്ക്ക് മൊത്തം 3 സൽവാറായിട്ട് എടുത്തത്. ഈ ഒരു പിങ്കും ഈ ഒരു ബ്ലൂവും അതുപോലെ തന്നെ ഈ ഒരു വൈറ്റും. എനിക്ക് എന്റെ ഫേവറേറ്റ് ഇതാട്ടോ. എനിക്ക് ഏറ്റവും അമ്മ ഇട്ടിട്ട് ഇഷ്ടപ്പെട്ട ഇതാണ്. പിന്നെ ഇത് ഞങ്ങൾ ഇട്ട് നോക്കിയില്ലായിരുന്നു. പിന്നെ ഇത് ഇട്ടിട്ട് കൊള്ളായിരുന്നു. അമ്മയ്ക്ക് ഡാർക്ക് കളർ വേണോ അല്ലേ അമ്മ? കുറച്ച് കളറൊക്കെ വേണോ അല്ലേ? കളർ വേണം. അപ്പൊ അമ്മതേ ഇതായിട്ട് എടുത്തത് ഇത് രണ്ടും. പിന്നെ ഇതെന്റെ ഇഷ്ടത്തിന് ഞാൻ ഒരെണ്ണം എടുത്തതാ. ഇത് 3 അമ്മയ്ക്ക് സൽവാർ. അങ്ങനെ അമ്മയ്ക്ക് സൽവാറൊക്കെ എടുത്ത് കഴിഞ്ഞോട്ടെ. ഇനിയിപ്പോൾ എൻജുവിന് എന്താണ് ഉടുപ്പെടുക്കാനുണ്ട്. കുഞ്ഞില്ലേ അതെന്തൂടെ ചേട്ടൻ്റെ കൊച്ച്. അപ്പൊ അവന് ഉടുപ്പൊക്കെ എടുക്കാനുണ്ട്. അവനും പോയി നോക്കട്ടെ. 4th ഫ്ലോറിലാന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോകണം. നല്ല അടിപൊളിയായിട്ടുള്ള സംഭവം നമുക്ക് നോക്കാം. അമ്മ ചുരിദാറ് കഴിഞ്ഞിട്ട് 4 പ്രാവശ്യം എനിക്ക് എന്നിട്ട് അമ്മ വന്നില്ല ഡ്രോയിങ് റൂമിന്റെ പുറത്തോട്ട്. എനിക്കറിയാം എന്റെ അമ്മ ഇത് തന്നെയായിരുന്നു. എന്റെ അമ്മ അമ്പലത്തിൽ പോകുമ്പോൾ ഇടൂല, നാട്ടുകാരുടെ മുന്നിൽ വെച്ച് അമ്മ ചുരിദാറിടും മാത്രമേ ഉള്ളായിരുന്നു. പിന്നെ അമ്മ ശീലമാക്കി. അപ്പൊ അമ്മ ഇനി മുതല് ചുരിദാറിലൊക്കെയാണ്. ഇനി അമ്മ ചുരിദാർ ഇടൂല, ഞാൻ സാരി എടുക്കൂല എന്നൊക്കെ പറയണം. ഞാൻ അങ്ങനെ അക്രഡിറ്റ് സ്വന്തമാക്കി. അങ്ങനെ അമ്മയെ കൊണ്ട് ചുരിദാർ അടിച്ചു. 4th അമ്മ ഇറങ്ങല്ലേ. എൻജുവിന് ഞങ്ങളത് ഈ ആനയുടെ പ്രിന്റുള്ള ഈ ജുബ്ബ എടുത്തിട്ട് നല്ല ക്യൂട്ടായിട്ടുണ്ട്. കുഞ്ഞ് ഇഷ്ടപ്പെട്ട അമ്മ ഇത്? ആന നല്ല രസമുള്ള പ്രിന്റ് കേട്ടാ. ഇതിവിടെ കുറെ ഉണ്ട് കേട്ടോ. മയിൽപ്പീലി ഉണ്ട്, ഇവിടെ വേറൊരു ആനയുണ്ട്, കഥകളി ഉണ്ട് ഇപ്പുറത്തമ്മ. ഇതുണ്ട കഥകളിയുടെ പ്രിന്റ് കൊള്ളാട്ടോ. ഈ നല്ല ഭയങ്കര രസമുള്ള പ്രിന്റുകൾ കുറെ ഇങ്ങനത്തെ പിള്ളേരുടെ ഓണം കളക്ഷൻസ് ഉണ്ട് ഇവിടെ. മുണ്ട് ഈ ഒരു സിമ്പിൾ കരയളം മുണ്ട് കേട്ടോ. അപ്പൊ ഇപ്രാവശ്യം ഞങ്ങളുടെ എഞ്ചും മുണ്ടും ജുബ്ബയൊക്കെയാണ് ഇടാൻ പോണേ. ഞങ്ങള് പർച്ചേസ് ഒക്കെ കഴിഞ്ഞ് ദേ കുറേയേറെ ഐറ്റംസും ആയിട്ട് ഇനി അനന്തൂനുള്ള ഓണക്കോടി, ഞങ്ങളുടെ വീട്ടിൽ നിന്നുള്ള ഓണക്കോടി എടുത്തു കൊടുക്കാൻ വേണ്ടി പോവാട്ടോ. ഇതിന്റെ ട്വിസ്റ്റ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സാധനങ്ങളൊന്നും ഉണ്ടായിരുന്നവര് കൊടുത്തുവിടില്ല. എല്ലാം ഞങ്ങൾ വൈകുന്നേരം പോവാന്ന് വിചാരിക്കുക കേട്ടോ. അപ്പൊ അനന്തന്റെ വീട്ടിൽ പോവാം എന്നൊക്കെ വിചാരിക്കുകയാണ്. അപ്പൊ ഞാൻ അമ്മയോട് പറഞ്ഞിട്ടുണ്ട്, അമ്മ ഞാനും വരുന്നുണ്ട് പോകാനായിട്ട് അനന്തന്റെ വീട്ടിലെന്ന് പറഞ്ഞിട്ട് ഞാൻ വെച്ചിട്ടുണ്ട് പറഞ്ഞ്. അപ്പൊ അതെ സാധനങ്ങളൊക്കെ മേടിച്ചു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. സൽവാറൊക്കെ നല്ല കോട്ടൺ മെറ്റീരിയലൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ എടുത്തു. ഇനി അനന്തൂന് വിന്റേജ് കൈൻഡ് ഓഫ് ബോട്ടം തയ്ക്കണം എന്ന് പറഞ്ഞിട്ട് നമ്മളിതേ ഒരു ഷോപ്പിലേക്ക് പോവാണ് മെറ്റീരിയൽ എടുക്കാൻ വേണ്ടി. കോസ്റ്റ്ലി എടുത്തോ, പക്ഷെ 4000 മീറ്റർ വേണ്ട. ഞങ്ങൾ അനന്തൂന് ഓണക്കോടി എടുക്കാൻ വേണ്ടി വന്നേക്കോ കേട്ടോ. ആദ്യമായിട്ട് ഒരാൾ പറയണം ഓണക്കോടിയായിട്ട് പാന്റിന്റെ തുണി മതിയെന്ന്. ഞാൻ കേട്ടിട്ടില്ല കേട്ടോ. അപ്പൊ ഞങ്ങൾ അങ്ങനെ തുണി എടുക്കാൻ വേണ്ടി വന്നേക്കുവാണ്. ഇപ്പൊ ഈ ആയിട്ട് അനന്തൂരില്ലേ വിന്റേജ് ബെൽ ബോട്ടം പാൻസിന്റെ ബ്രാൻഡ് കയറിയിട്ടുണ്ട്. ഇപ്പൊ ഞാൻ എപ്പോഴും നോക്കുമ്പോഴത്തേക്കും അതാണല്ലോ. അതും വേസ്റ്റ് ബാൻഡ് വന്നിട്ട് നല്ല വീതിക്കല്ലേ അനന്തു? അതാണ് ഇഷ്ടം, വേസ്റ്റ് ബാൻഡ് വീതിക്കുള്ളത്. ഓക്കെ, അങ്ങനത്തെ ടൈപ്പ് ഇപ്പൊ തയ്പ്പിക്കണം. 2 ബ്ലാക്ക് എടുത്ത് വെച്ചിട്ട് ഏതാണ് നല്ലത്? നമ്മളൊരു ലിപ്സ്റ്റിക്കിന്റെ കളർ ഇതാണോ നല്ല ഇതാണോ ചോദിക്കുമ്പോഴത്തേക്കും ഇത് രണ്ടും ഒരുപോലെ ഇരിപ്പുണ്ടല്ലോ ചോദിക്കുമല്ലോ. അതുപോലെ എനിക്ക് തോന്നണം 2 ബ്ലാക്ക് എടുത്ത് വെച്ചിട്ട് ഏത് ബ്ലാക്ക് ആണ് നല്ലത്.
ഇത് ഷൈനിങ് ഉള്ളതാണ് എടുത്തത്. ഓക്കെ, ഷൈനിങ് ഉള്ള മെറ്റീരിയൽ എടുത്തോട്ടോ. കൊള്ളാം, നല്ല നല്ല സുഖമുണ്ട് ഇങ്ങനെ ഇങ്ങനെയൊക്കെ. സുഖമുണ്ട്. അങ്ങനെ ഞങ്ങളുടെ പർച്ചേസിങ് കഴിഞ്ഞു കേട്ടോ. അമ്മയ്ക്ക് സൽവാർ എടുത്തു, എൻ്റെ അമ്മയ്ക്ക് ഒരു സൽവാർ എടുത്തു. പിന്നെ അനന്തുവിന് ഇപ്പൊ മെറ്റീരിയൽ മതിയെന്നും പറഞ്ഞിട്ട് ഓണക്കോടി പാന്റിന്റെ തുണി എടുത്തു തുടങ്ങി. പറയുമ്പോൾ ചെയ്തു അല്ല, ഓണക്കോടി പാന്റിന്റെ തുണി. കാരണം മുണ്ട് ഷർട്ട് മുണ്ട് ആ ശരിയാട്ടാ. മുണ്ട് മാത്രം കുർത്ത 3 കുർത്ത അനന്തുവിന് കിട്ടി. അതൊക്കെ പൊളിയായിരുന്നു കേട്ടോ. മെറൂണും ബ്ലൂ അമ്മ കണ്ടില്ലല്ലേ എന്നെ കൊണ്ടുവന്ന് വെച്ചേക്കണ. ആ അമ്മ നോക്കിയെടുത്ത് നല്ല നല്ല കുർത്തകളുണ്ട് അതിൻ്റെ ഉള്ളിൽ. നന്നായിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്, നല്ല പെർഫെക്റ്റ് ആയിരുന്നു. അപ്പം ഞങ്ങൾ 3 പേരും കൂടി ഇവിടെ തുണി മുറിക്കുന്നതൊക്കെ കാണാൻ വേണ്ടി ഇങ്ങനെ ഇരിക്കണം കേട്ടോ. മേടിച്ചിട്ട് വീട്ടിൽ പോകണം. കൊച്ചില്ലേ എഞ്ചു, ചേട്ടൻ്റെ കൊച്ച്, അവനെ സ്കൂളിൽ നിന്ന് വിളിക്കണം 3 മണിക്ക്. അപ്പം അമ്മ അതിൻ്റെ ആ ഒരു ഇതിൽ നിൽക്കണല്ലേ അമ്മ. നമുക്ക് അറിയോ വിളിച്ചില്ലെങ്കിൽ, ചെന്ന് വിളിച്ചില്ലെങ്കിൽ സങ്കടം. കുഞ്ഞെന്താ വരാഞ്ഞ അവനെപ്പോ വിളിക്കണം. അതാണ് ഫസ്റ്റത്തെ ലക്ഷ്യം എന്ന് പറയണത്. പിന്നെ അനന്തിന് ഇപ്പൊ തയ്ക്കാൻ കൊടുക്കണം എന്ന് പറയണ്ടായിരുന്നു. വേഗം 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 തീർത്തോണ്ടിരിക്കണായിട്ട് ഓരോ കാര്യങ്ങൾ. അനന്തുവിന് ഈ മെറ്റീരിയൽ ഷർട്ട് അടിക്കാൻ വേണ്ടിയിട്ട് നല്ല രസമുണ്ട് കേട്ടോ. പാസ്റ്റ് ലീഫ് പ്രിന്റ് ആണ് ഇത് വന്നേക്കുന്നത്. ഒരു ബോഹോ ടച്ചുള്ള മെറ്റീരിയൽ, നല്ല രസമുണ്ട് കാണാനായിട്ട്. അപ്പോൾ ഇതൊരു 1.5 മീറ്റർ എടുത്ത് മുറിച്ചെടുക്കുക. നേരത്തെ കെട്ടിപ്പിടിച്ചപ്പോഴമ്മ നാളമ്പോ നമുക്ക് ശൃംഗാരമൊക്കെ നമുക്ക് ഞങ്ങളിങ്ങനെ കെട്ടിപ്പിടിച്ചപ്പോ അമ്മേ നാണമാവുന്നുണ്ടോ? അമ്മേ നാണമാക്കുന്നു. നാണോ ഉണ്ടാ എന്താ എന്ത്? അങ്ങനെ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞ് ഐറ്റംസ് കൊണ്ട് ഞാൻ എന്റെ വീട്ടിലോട്ട് പോവാട്ടോ. കൊച്ചിനെ വിളിക്കാൻ ധൃതിയുള്ളതുകൊണ്ട് ഞാൻ ഇവിടെ നിന്ന് പോവാണ് ചെയ്യണേ. അനന്തു ബൈ. അമ്മേ പോയിട്ട് വരട്ടെ. അമ്മേ പോയിട്ട് വരട്ടെ. ചെന്നിട്ട് വരാമേ, ചെന്നിട്ട് വരാം. ഞാൻ ഇത് കൊണ്ടുപോകട്ടെ. ഇനി ഞങ്ങളുടെ വീട്ടിൽ നിന്ന് എല്ലാരും കൂടി അനന്തുവിന്റെ വീട്ടിലോട്ട് പോകും ഐറ്റംസ് ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇതൊക്കെ കൊടുക്കാം. വീഡിയോ പകുതിക്ക് എടുത്ത് നിർത്തിയപ്പോഴാട്ടോ ആലോചിച്ചേ ഔട്ട്രോ എടുത്തില്ല എന്നുള്ള കാര്യം. ഇതിപ്പോ ഞാൻ വേറൊരു ദിവസം എടുക്കണ ഔട്ട്രോ ആട്ടോ. അന്നത്തെ ദിവസം നല്ലായിരുന്നു, കാരണം നമ്മൾ ശരിക്കും എൻജോയ് ചെയ്തു കേട്ടോ. എല്ലാരും കൂടി 3 പേരും കൂടി എൻജോയ് ചെയ്തു. പിന്നെ വേഗം പോകേണ്ടി വന്നുള്ള ഒരു വിഷമം ഉണ്ടായിരുന്നുള്ളൂ. കാരണം 3 മണിയായപ്പോ കൊച്ചിനെ വിളിക്കാൻ പോകണം, എൻജുവിനെ, ചേട്ടന്റെ കൊച്ചിനെ വിളിക്കാനായിട്ട് പോകണം സ്കൂളിൽ. അല്ലെങ്കിൽ അവന് വിഷമവും വൈകി ചെന്നിട്ടുണ്ടെങ്കിൽ. അതുകൊണ്ട് തന്നെ നേരെ പോയി കൊച്ചിനെയൊക്കെ വിളിച്ച് വൈകുന്നേരം ഞങ്ങള് വീട്ടിലേക്ക് പോയായിരുന്നു കേട്ടോ. പിന്നെ അത് ഞാൻ ഷൂട്ട് ചെയ്യാൻ വേറൊന്നുമല്ല, നമുക്ക് ഇത് മാത്രമായിട്ട് അനന്തുവിന്റെ വീട്ടിലേക്ക് പോകണമെന്നൊക്കെ നമുക്ക് ഒരു വ്ളോഗായിട്ട് നമുക്ക് എപ്പോഴെങ്കിലും എടുക്കാമെന്നും കരുതിയിട്ടാണ്. കല്യാണത്തിന് മുന്നേ ഒരു വ്ളോഗായിട്ട് ഷൂട്ട് ചെയ്യാമെന്നും കരുതിയിട്ടാണ് ഞാൻ അത് ഇൻക്ലൂഡ് ചെയ്യാതിരുന്നത്. പിന്നെ കുറച്ച് ഫാമിലി ടൈം എൻജോയ് ചെയ്യാന്ന് ഓർത്തിട്ട് ഞാൻ അങ്ങനെ വ്ളോഗ് എടുക്കാതിരുന്നത്. പക്ഷെ ഭയങ്കര ഹാപ്പി ആയിട്ട് എല്ലാവരും ചെന്ന് ഞങ്ങൾ കുറേ നേരം എല്ലാവരും വർത്താനമൊക്കെ പറഞ്ഞിരുന്ന് ഫുഡൊക്കെ കഴിച്ച് ഭയങ്കര നല്ലൊരു ദിവസമായിരുന്നു കേട്ടോ. അന്നത്തെ ദിവസം കംപ്ലീറ്റ്ലി അടിപൊളിയായിരുന്നു. അമ്മേനെ ആയിട്ട് നല്ല ആട്ടോ. അമ്മ ഞാൻ സത്യം പറയാലോ, അമ്മ ഇത്രയൊക്കെ ആക്റ്റീവായിട്ടൊക്കെ നിൽക്കും ഞാൻ വിചാരിച്ചിട്ടില്ല. കാരണം എൻ്റെ അമ്മയ്ക്കൊക്കെ തന്നെ ഭയങ്കര ഷൈ ആയിരുന്നു ആദ്യം ക്യാമറയിലൊക്കെ വരാൻ വേണ്ടിയിട്ട്. പക്ഷെ അമ്മയ്ക്ക് അങ്ങനെ ഒന്നും ഇല്ല കേട്ടോ. അമ്മ ഹാപ്പിയാണ്. അങ്ങനെ ആ ഒരു വൈബിൽ പോട്ടെ, ടച്ച് വുഡ് അങ്ങനെയൊക്കെ തന്നെ ഉണ്ടാവട്ടെ. ലൈഫ് ഹാപ്പി ആയിട്ട് പോട്ടെ. നിങ്ങളും പ്രാർത്ഥിക്കും, ബ്ലെസ്സിങ്സ് ഒക്കെ വേണം എനിക്ക്. അപ്പോ നമുക്ക് എന്തായാലും നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.